ജനുവരി 22-നാണ് ലോകം കാത്തിരിക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ. രാംലല്ലയുടെ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. 14-ാം തീയതിയാണ് പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. പ്രതിഷ്ഠയ്ക്ക് ജനുവരി 22 എന്ന ദിവസം തന്നെ തെരഞ്ഞെടുക്കാൻ ഒന്നിലേറെ കാരണമുണ്ട്. അതെന്തെല്ലാമാണെന്ന് കണ്ടുവരാം. നീണ്ട 500 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനുവരി 22-ന് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ ദിവസം തന്നെ ഉദ്ഘാടനത്തിനായി തെരഞ്ഞെടുത്തതിന്റെ കാരണവും ചർച്ചയാകുന്നുണ്ട്. ജനുവരി 22-ന് ഉച്ചയ്ക്ക് 12:29-നും 12:30-നും ഇടയ്ക്കുള്ള 84 സെക്കൻഡ് സമയത്താണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ മഹാപൂജയും മഹാആരതിയും ഉണ്ടായിരിക്കും. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ജനുവരി 22 എന്നത് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശിയാണ്. അന്നേ ദിവസം രാവിലെ 8:47 വരെ മൃഗശിരയും യോഗബ്രഹ്മ സമയവുമാണ്. 8:47-ന് ശേഷം ഇന്ദ്രയോഗം ആരംഭിക്കും. കൂടാതെ ജ്യോത്സ്യന്മാരുടെ അഭിപ്രായത്തിൽ ജനുവരി 22 മഹാവിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ട ദ്വാദശിയായ കർമ്മദ്വാദശി കൂടിയാണ്. ഹിന്ദുപുരാണം അനുസരിച്ച് ഈ ദിവസമാണ് മഹാവിഷ്ണു കൂർമ്മരൂപത്തിൽ അവതാരമെടുത്ത് അമൃത് കടഞ്ഞെടുക്കുന്ന പാലാഴി മദനത്തിൽ സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയ മന്ദര പർവ്വതത്തെ ഉയർത്താൻ സഹായിച്ചത്. രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് തന്നെ ഈ ദിവസം ഉദ്ഘാടനത്തിന് യോജിച്ചതാണെന്നാണ് അഭിപ്രായം. ജനുവരി 22-നെ തെരഞ്ഞെടുക്കാൻ മറ്റു പല കാരണങ്ങളും ഇതിനൊപ്പം പറയുന്നുണ്ട്. ഈ ദിവസത്തിന്റെ തുടക്കത്തിൽ 3 പ്രധാന യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. സർവാർത്ഥസിദ്ധി, അമൃതസിദ്ധി, രവിയോഗം എന്നിവയാണ് ജനുവരി 22-ലെ 3 ശുഭയോഗങ്ങൾ. ഈ ദിവസം ശുഭകരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ കർമ്മത്തിലും വിജയം കൈവരുമെന്നാണ് വിശ്വാസം. ഉദ്ഘാടന ശേഷം ജനുവരി 24-ന് ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തേക്കും. ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യത ക്ഷേത്രാധികാരികൾ കണക്കുകൂട്ടുന്നുണ്ട്. ക്ഷേത്ര സന്ദർശനത്തിനെത്തുന്നവർക്ക് ഭക്തിസാന്ദ്രമായ അനുഭവം സമ്മാനിക്കാനുള്ള പദ്ധതികളും ക്ഷേത്ര ഭരണസമിതി ഒരുക്കുന്നുണ്ട്. ജനുവരി 14-നാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പായി അയോധ്യ നഗരത്തിൽ ഒരുക്കങ്ങൾ അതിവേഗമാണ് നടക്കുന്നത്. 22-ന് ഉച്ചയ്ക്ക് 12:20-നായിരിക്കും പ്രതിഷ്ഠാ ചടങ്ങുകളെന്ന് രാംജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ആണ് അറിയിച്ചത്. രാംലല്ലയുടെ 3 വിഗ്രഹങ്ങളാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. ഇവയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. രാജ്യത്താകമാനം നിന്ന് ക്ഷണിക്കപ്പെട്ട 40,000 സന്യാസിമാരും പൂജാരിമാരുമാണ് 14-ാം തീയതി തുടങ്ങുന്ന ചടങ്ങുകളിൽ കർമ്മിമാരാകുക. വാരണാസിയിൽ നിന്നുള്ള ലക്ഷ്മികാന്ത് ദീക്ഷിതായിരിക്കും മുഖ്യ കാർമ്മികൻ. ചടങ്ങുകൾ ആരംഭിക്കുന്ന ജനുവരി 14 മുതൽ 22 വരെ അയോധ്യയിൽ അമൃത് മഹോത്സവമായി കൊണ്ടാടുമെന്നും രാംജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. പ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യ സന്ദർശിക്കാൻ തിരക്ക് കൂട്ടരുതെന്ന് വിശ്വാസികളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. രാമചരിതങ്ങളിലും രാമായണത്തിലും പറയുന്നത് പ്രകാരമാണ് രാമവിഗ്രഹം തയ്യാറാക്കിയത്. അമ്പും വില്ലുമായി നിൽക്കുന്ന രാമന്റെ വിഗ്രഹം ക്ഷേത്രത്തിൽ എവിടെയും ഉണ്ടാകില്ല. ക്ഷേത്രത്തിലെ അലങ്കാരപ്പണികളുടെ ഭാഗമായി മാത്രമായിരിക്കും നമ്മൾ ഏറെ കണ്ടുപരിചയിച്ച രാമന്റെ രൂപമുണ്ടാവുക. ദൈവിക ചൈതന്യം തുടിക്കുന്നതാണ് വിഗ്രഹങ്ങളെന്ന് ട്രസ്റ്റിയായ അനിൽ മിശ്ര പറഞ്ഞു. 3 ശില്പികളാണ് വിഗ്രഹങ്ങൾ ഒരുക്കിയത്. 2 എണ്ണം കർണാടകയിൽ നിന്നെത്തിച്ച ശ്യാം ശിലയിലും 1 എണ്ണം വൈറ്റ് മാർബിളിലും ആണ്. 1000 വർഷമെങ്കിലും നിലനിൽക്കും വിധമാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇവ ചന്ദനമോ മഞ്ഞളോ പുരട്ടിയാൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ എന്ന് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങുക. ഈ പരിശോധന കൂടി കഴിയുന്നതോടെ ഏറ്റവും യോജ്യമെന്ന് കരുതുന്ന വിഗ്രഹമായിരിക്കും രാമക്ഷേത്ര ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുക.